ഇന്ന് നമ്മുടെ ദൈവമാതാവിൻ്റെ ഓർമ്മ പെരുന്നാൾ എല്ലായിടവും, കേരളത്തിൽ മാത്രമല്ല ലോകത്തിലുള്ള എല്ലാ പൗരസ്ത്യ സഭകളും ആഘോഷിക്കുന്ന ദിവസമാണ്. അതിനോടൊപ്പം തന്നെ സ്ത്രീ സമാജത്തിൻ്റെ പ്രവർത്തകർ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഇവിടെ ഇന്ന് സമ്മേളിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട അച്ഛൻ പറഞ്ഞതനുസരിച്ച് ഏതാണ്ട് 500-ലധികം ആളുകൾ പങ്കെടുക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ആയതുകൊണ്ട് ഈ വലിയ സുദിനത്തിൽ കന്യകമറിയാം എങ്ങനെ മനുഷ്യവർഗത്തിന് സ്വാതന്ത്ര്യം നൽകുവാൻ തക്കവണ്ണം അവളുടെ സമ്മതം ഈ ലോകത്തിൻ്റെ മുഴുവൻ രക്ഷയ്ക്ക് നിദാനമായി തീർന്നുവോ, ആദ്യത്തെ ഹവ്വ അവളുടെ അനുസരണക്കേട് കൊണ്ട് ലോകം മുഴുവനും പാപത്തിൽ അടിമപ്പെട്ടു പോകുവാൻ തക്കവണ്ണം വിട്ടുകൊടുത്തുവെങ്കിൽ, രണ്ടാം ഹവ്വായായ മറിയാമിൻ്റെ സമർപ്പണം ലോകം മുഴുവൻ്റെയും വിമോചനത്തിനും സന്തോഷത്തിനും കാരണമായി തീർന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്ന് മനുഷ്യരാശിയുടെ സ്വാതന്ത്ര്യ ദിനമാണ്. കാരണം വലിയ ഒരു ദൗത്യം നിർവഹിച്ച് ആ അമ്മ ദൈവസന്നിധിയിലേക്ക് യാത്രയാകുന്ന ദിവസമാണ്. ജനന ദിവസത്തേക്കാൾ പ്രാധാന്യമുള്ളതാണ് ഉദ്ദേശിക്കപ്പെട്ട കർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കി ദൈവസന്നിധിയിലേക്ക് പോകുന്ന ഈ ദിവസം. ഇന്നത്തെ വായനകളൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം, മാതാവിൻ്റെ നിര്യാണത്തിൽ മാലാഖമാരും പ്രധാന മാലാഖമാരും അങ്ങനെയുള്ള വലിയ മാലാഖമാരുടെ സംഘം അവരെല്ലാം വന്ന് നിറഞ്ഞു. ശ്ലീഹന്മാർ, വിവിധ സ്ഥലങ്ങളിലെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നവരെല്ലാവരും ഈ വലിയ ദൗത്യം നിർവഹിക്കുവാൻ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വന്നു. ഇന്നത്തെ പോലെ വാട്സപ്പോ SMS ഒന്നും ഇല്ലാതെ എങ്ങനെ അവർ അറിഞ്ഞു എന്നറിയാൻ പാടില്ല. എല്ലാവരും വന്ന് ആദരപൂർവം പരിശുദ്ധയായ മാതാവിൻ്റെ ശവസംസ്കാരം നിർവഹിക്കുകയും അത് ദൈവസന്നിധിയിൽ കർത്താവ് ആദരവോടെ തൻ്റെ അമ്മയെ സ്വീകരിക്കുകയും ചെയ്യുന്ന ദിവസമാണ്. അതുകൊണ്ട് നമുക്കൊക്കെ വളരെ സന്തോഷം നൽകുന്ന ഒരു ദിവസമാണ്. മരണദിവസം നമ്മെ വിഷമിപ്പിക്കുന്നെങ്കിലും അതിനേക്കാൾ ഉപരിയായി ഒരു ദൗത്യം പൂർത്തിയാക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വലിയ സന്തോഷമുണ്ട്. കുരിശിന്മേൽ കിടന്നുകൊണ്ട് കർത്താവ് നിവൃത്തിയായി എന്ന് പറയുമ്പോൾ തന്നെ ഏൽപ്പിച്ച ദൗത്യം മുഴുവനും പൂർത്തിയാക്കി ഒരു ജയാളിയായി ഈ ലോകത്തിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് മാറ്റപ്പെടുകയാണ്. ആദിമ നൂറ്റാണ്ട് മുതൽ ഉണ്ടായിരുന്ന ഒരു വലിയ സംശയം, എങ്ങനെയാണ് ദൈവം മനുഷ്യനാകുന്നത്? അപരിമിതനായ ദൈവം, മരണമില്ലാത്തവനായ ദൈവം, സർവ്വവ്യാപിയായ ദൈവം എങ്ങനെയാണ് മനുഷ്യനായി തീരുന്നത്, പരിമിതനായി തീരുന്നത്, മരണത്തിന് വിധേയനായി തീരുന്നത് എന്നുള്ളത് ആദ്യത്തെ 6 നൂറ്റാണ്ടിൽ സഭാപിതാക്കന്മാർ കൂലങ്കഷമായി ചർച്ച ചെയ്തു. അവസാനം അവർക്ക് മനസ്സിലായി, ഇത് നമുക്ക് വ്യവച്ഛേദിച്ചറിയുവാനായിട്ട് സാധിക്കുകയില്ല. ദൈവം നമ്മുടെ മനുഷ്യത്വത്തെ തൻ്റെ സ്വന്തമാക്കി തീർത്തു. ഈ വീഴ്ചയുള്ള ലോകത്തിൽ നിന്ന്, മറിയാമിൽ നിന്ന് നമ്മുടെ മനുഷ്യത്വം ദൈവം സ്വീകരിച്ച് നമ്മെ വീണ്ടെടുത്തു എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് മരണമില്ലാത്തവൻ നമുക്ക് വേണ്ടി മരണം രുചിച്ച് നമ്മെ ഭയപ്പെടുത്തിയ മരണത്തെ വിജയത്തിൻ്റെ, പ്രത്യാശയുടെ വാതായനമാക്കി രൂപാന്തരപ്പെടുത്തി. അങ്ങനെ മനുഷ്യാവതാരം മുഴുവനും പൂർത്തിയാക്കി ദൈവസന്നിധിയിൽ പുത്രനാം ദൈവം നിലകൊള്ളുമ്പോൾ അതേപോലെ തന്നെ വലിയൊരു ദൗത്യമാണ്. യുഗകാലങ്ങളിലായി പ്രതീക്ഷയോടെ കാത്തിരുന്ന ഈ മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്ക് നിദാനമായി, അനുഗ്രഹീത വയലായി, ശ്രേഷ്ഠയായി തീരുന്ന പരിശുദ്ധയായ മാതാവ്. ജനനം മുതൽ മരണം വരെ ഒരു നിഴല് പോലെ ഈ അമ്മയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. കുരിശന്മേൽ കിടന്നുകൊണ്ട് തന്നെ കർത്താവ് മറ്റെല്ലാ കാര്യങ്ങളും ചെയ്തെങ്കിലും അവസാനം ആ അമ്മയെ വിശ്വസ്തനായ ശിഷ്യനെ ഏൽപ്പിക്കുക, സഭയെ ഏൽപ്പിക്കുകയാണ്. മറിയാം സഭയുടെ ഒരു പ്രതിനിധിയാണ്. ദൈവവും മനുഷ്യനും തമ്മിൽ സംയോജിക്കുന്ന ഇടമാണ് സഭ. ആ സഭയിലാണ് ദൈവവും മനുഷ്യനുമായി സംയോജിച്ച് ഈ ലോകത്തിൻ്റെ വീണ്ടെടുപ്പിന് മുഖാന്തരമായി തീരുന്നത്. അങ്ങനെ ഒരു വലിയ ദൗത്യം പൂർത്തിയാക്കുന്ന അമ്മ ഇന്ന് മാതൃത്വം വളരെയേറെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ്. ആ ഉദാത്തമായ മാതൃത്വം, പ്രിയപ്പെട്ട ഇമ്മാനുവേൽ അച്ഛൻ പറഞ്ഞല്ലോ, വളരെ ശ്രേഷ്ഠമായ ഒരു ദൗത്യമാണ് അമ്മമാർക്കുള്ളത്.
അതുകൊണ്ട് അമ്മയെ ഓർക്കുന്ന ദിവസം പ്രത്യേകമായി നമ്മുടെ സ്ത്രീ സമാജ അംഗങ്ങളെല്ലാവരും ഒന്നിച്ചു ചേർന്ന് ഇപ്പോൾ ഒരു പുതിയ പദ്ധതി ആവിഷ്കരിക്കുക. ജൂനിയർ MMVS ചൈതന്യ എന്ന പേരിൽ 40 വയസ്സിന് താഴെയുള്ള ആളുകളെ ഒരു സെക്കൻഡ് ജനറേഷനെ ഈ കാര്യത്തിന് നിയോഗിക്കുകയും അവരെ ഉത്സാഹത്തോടെ ഇതിൽ പങ്കുകാരാക്കുകയും ചെയ്യുകയാണ്. പ്രായമുള്ളവരെ ചുമതലകൾ വിട്ടുകൊടുക്കാൻ പലപ്പോഴും മടിയുള്ളവരാണ്. അത് പുതിയ തലമുറയ്ക്ക് വഴിമാറി കൊടുക്കുമ്പോഴാണ് പുതിയ ആശയങ്ങളും പുതിയ കാര്യങ്ങളുമൊക്കെ ഈ ലോകത്ത് നടക്കുന്നത്. അതുകൊണ്ട് ഇവരുടെ ഈ കടന്നുവരവ് കൂടുതൽ ചൈതന്യം MMVSന് ലഭിക്കത്തക്കവണ്ണം അവരെയും ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. നമ്മളാരും ഈ ലോകത്ത് ഒറ്റയ്ക്കല്ല ഈ വന്നിരിക്കുന്നത്. നമ്മൾ ഒരു വലിയ തലമുറയുടെ ഭാഗമായിട്ടാണ് വരുന്നത്. നമ്മളെ ഇവിടെ ആക്കിയിരിക്കുന്നത് ഈ തലമുറയെ മുഴുവൻ ശുദ്ധീകരിക്കുവാനാണ്. 40 വയസ്സോ 50 വയസ്സോ 80 വയസ്സോ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ പൂർവികരെ എല്ലാം ശുദ്ധീകരിച്ച് ആ ഒരു ഒഴുക്ക് കൂടുതൽ തെളിമയുള്ളതാക്കി അടുത്ത തലമുറയ്ക്ക് കൈമാറുക എന്നുള്ളൊരു വലിയ ദൗത്യമാണ്. അതുകൊണ്ട് ആ ദൗത്യത്തിൽ പങ്കുകാരാകുമ്പോൾ നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. നമുക്കറിയാം, ഞാൻ എല്ലാ ഇടവയിലും ചോദിക്കും, വല്യപ്പൻ്റെ അപ്പൻ്റെ പേരറിയാവുന്നവർ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ അധികം പേര് കാണുകയില്ല. കാരണം ഒരു 3 തലമുറയ്ക്ക് അപ്പുറത്തോട്ട് നമ്മുടെ ഓർമ്മ പോവുകയില്ല. അത്രയ്ക്ക് ഹ്രസ്വമാണ്. താഴോട്ടും മുകളിലോട്ടും ഒരു 3 തലമുറ വരെ ഓർത്താൽ ഭാഗ്യമാണ്. അങ്ങനെയുള്ള തലമുറകൾ മാറിക്കൊണ്ടിരിക്കുമ്പോഴും ഈ തലമുറകളിലൂടെ ചൈതന്യം പ്രവഹിക്കുകയാണ്. ഒരു കുടുംബത്തിൽ ഒരാൾ വിശുദ്ധനായി ദൈവകൃപ കൊണ്ട് നിറഞ്ഞ് ജീവിക്കുമ്പോൾ അത് 3ാമത്തെ തലമുറയിൽ വരുമ്പോഴാണ് അത് കൂടുതൽ എവിഡൻ്റായിട്ട് വരുന്നത്. അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒഴുക്ക് ശുദ്ധിയുള്ളതാക്കി തീർക്കുവാൻ, അതിനെ ശ്രേഷ്ഠമാക്കി തീർക്കുവാനാണ് ദൈവം നമുക്ക് ഈ ആയുസ്സ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ വൈകിയ വേളയിൽ ദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല. കർത്താവിൻ്റെ ജനന വാർത്ത അറിയിക്കുവാനായി ഗബ്രിയേൽ മാലാഖ കടന്നു വരുമ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 21-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാകുന്നു. ഈ സദ്വാർത്ത നിന്നോട് അറിയിക്കുവാനായിട്ട് എനിക്ക് നിയോഗം ലഭിച്ചിരിക്കുകയാണ്. മാലാഖയുടെ 2 ചിറകുകൊണ്ട് വാ പൊത്തി, 2 ചിറകുകൊണ്ട് കാല് മടച്ച്, 2 ചിറകുകൊണ്ട് പറന്ന് ദൈവസന്നിധിയിൽ നിൽക്കുന്ന ആ ചിത്രം വളരെ ശ്രദ്ധേയമായ ഒന്നാണ്. ഈ വാ പൊത്തുക എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഒരുപാട് വമ്പ് പറയുന്നവരാണ്. നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ സംസാരിക്കുന്നവരാണ്. നമ്മൾ അറിയാതെ ഈ സംസാരത്തിലൂടെ ഒരുപാട് പാപങ്ങളൊക്കെ ചെയ്യുകയാണ്. ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ നമ്മൾ നിശബ്ദരായിട്ട് നിൽക്കുകയാണ്. ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്, കുചേലനെ ഭാര്യയും മക്കളും എല്ലാം അയച്ചപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനാണ് അവിടെ വിട്ടത്. പക്ഷേ അവിടെ ദൈവസന്നിധിയിൽ വന്നപ്പോൾ കുചേലനൊന്നും പറഞ്ഞില്ല. ആ ദൈവസന്നിധിയിൽ സർവം മറന്ന് നിൽക്കുകയാണ്. 2 കൊണ്ട് മുഖം അല്ലെങ്കിൽ വാ പൊത്തി നിൽക്കുകയാണ്. 2 കൊണ്ട് കാല് മറയ്ക്കുകയാണ്. കാരണം നമ്മുടെ കഴിവും നമ്മുടെ മിടുക്കും ഒന്നും ദൈവസന്നിധിയിൽ വിലപ്പെട്ടതൊന്നുമല്ല. ആ സ്വന്തം കാലയിൽ നിൽക്കുമ്പോൾ ഒരുപാട് അഹങ്കാരവും ഒരുപാട് തൻപോരിമയും ഒക്കെ നമ്മുടെ മനസ്സിലുണ്ടാകും. മറ്റുള്ളവർക്ക് അവസരം കൊടുക്കാത്ത പല സാഹചര്യങ്ങളുണ്ടാകും. അപ്പോൾ ഈ കാലും മറച്ച് പ്രാർത്ഥനയാകുന്ന 2 ചിറവ് കൊണ്ട് ദൈവസന്നിധിയിൽ നിന്ന് ഈ സദ്വർത്തമാനം അറിയിക്കുവാനുള്ളൊരു വലിയ ദൗത്യമാണ്. പ്രാർത്ഥന നമ്മുടെ വീടുകളിൽ നിന്ന് കുറയുകയാണ്. നൊയമ്പ് നോക്കുന്നവരും കുമ്പിടുന്നവരും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അസുഖക്കാരെ. ഇപ്പോൾ പള്ളിയിലൊക്കെ നോക്കിയാൽ കസേര കിടക്കുന്നിടത്താണ് ആൾ കൂടുതൽ. ബാക്കിയുള്ളിടത്ത് ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് പോലെ വെറുതെ കിടക്കുകയാണ്. കാരണം നമ്മളെല്ലാവരും ക്ഷീണിതരായിക്കൊണ്ടിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ഈ ആരോഗ്യത്തെക്കുറിച്ചും നമുക്ക് എക്സസൈസിനെക്കുറിച്ചും ഒക്കെയുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടാകണം. ആരോഗ്യത്തോടെ ദൈവസന്നിധിയിൽ ചെലവഴിക്കുവാൻ, ആരാധിക്കുന്ന സമൂഹം ആരോഗ്യമുള്ളതായി തീരണമെന്നുള്ള ആഗ്രഹത്തോടെ ദൈവസന്നിധിയിൽ പ്രവർത്തിക്കുവാൻ വലിയ അവകാശവും സാധ്യതയുമുള്ള ഒരു സമൂഹമാണ് MMVS. നമ്മുടെ ഭദ്രാസനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നീറുറവ എന്ന് പറഞ്ഞ സ്കൂള്, പ്രിയപ്പെട്ട മാത്യു അബ്രഹാമച്ചനാണ് എൻ്റെ ഡയറക്ടർ. സൂനുവച്ചൻ എൻ്റെ ഹെഡ് മാസ്റ്ററായിട്ട് 10-15 കുഞ്ഞുങ്ങളുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ പോയപ്പോൾ ആ കുഞ്ഞുങ്ങളുണ്ടാക്കിയ സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. നമ്മൾ വെറുതെ കളയുന്ന ഒരു കുപ്പിയുടെ പുറത്ത് ഈ പീനട്ടിൻ്റെ
വെറുതെ എടുത്ത് കളയുന്നത് ഒട്ടിച്ച് ചേർത്ത് നല്ലൊരു ഫ്ലവർ ബേസ് ഉണ്ടാക്കി ഞാനത് 3-4 പ്രാവശ്യം എടുത്ത് നോക്കി. ഞാൻ വിചാരിച്ചു അവരെനിക്ക് തരുമെന്ന് വിചാരിച്ചു. വളരെ ഭംഗിയായിട്ട് ആ കുഞ്ഞുങ്ങൾ ഉണ്ടാക്കി. നമ്മൾ ഇത് നട്ടെടുത്ത് കഴിച്ചേച്ച് ഇതുകൊണ്ട് വെളിയിൽ കളയുകയാണ്, ആ കുപ്പി പൊട്ടിച്ച് കളയുകയാണ്. പക്ഷേ നഷ്ടപ്പെട്ടു പോകുന്ന, വിലയില്ലാത്ത എന്ന് കരുതുന്ന പലതും എടുത്ത് അതിനെ വിലയുള്ളതും നിലയുള്ളതുമാക്കി തീർക്കുന്ന ആ കുഞ്ഞുങ്ങളുടെ പ്രവർത്തനം എന്നെ വളരെയേറെ ആകർഷിച്ചു, വളരെ സന്തോഷം നൽകിയ ഒരു കാര്യമാണ്. നിങ്ങളൊക്കെ എപ്പോഴെങ്കിലും പരുമലയ്ക്ക് പോകുന്ന വഴിക്കാണ്, അവിടെ നിന്ന് കയറി കാണണം. അവിടുത്തെ പ്രവർത്തനങ്ങൾ, നിങ്ങളുടെ പ്രാർത്ഥന പ്രത്യേകമായി ആവശ്യപ്പെടുകയാണ്. ഞാനൊരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. പ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞപ്പോൾ അമ്മമാരുടെ പ്രാർത്ഥനയാണ് മക്കളെ, അടുത്ത തലമുറയെ അനുഗ്രഹീതമാക്കി തീർക്കുന്നത്. പഴയ കാലത്ത് കല്യാണമൊക്കെ ആലോചിക്കുമ്പോൾ കാരണവന്മാരെപ്പോഴും പറയും, ആ തള്ളയൊന്ന് നോക്കിയേക്കണമെന്ന് പറയും. തള്ള പാകതയുള്ളതാണോ, പ്രാർത്ഥിക്കുന്നതാണോ, വിനയമുള്ളതാണോ എന്നൊക്കെ നോക്കിയാൽ അറിയാം മക്കളുടെ ജീവിതത്തിൻ്റെ ഗതിവിഗതികളൊക്കെ. അമ്മ എത്ര ശ്രേഷ്ഠമായ ഒരു വലിയ പദമാണ്. ആ അമ്മയുടെ സ്മരണ നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കണം. അതുകൊണ്ട് ഈയിടെ പരുമലയിൽ ഈ അച്ഛന്മാരൊക്കെ ഉണ്ടായിരുന്നു. പരുമലയിൽ ഒരു ധ്യാനത്തിൽ പങ്കെടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു എക്സസൈസ് നിങ്ങൾക്കൊന്ന് പറയുകയാണ്. ഒരു 5 മിനിറ്റേ ഉള്ളൂ. രാവിലെ എണീക്കുമ്പോൾ ഒരു 5 മിനിറ്റിനുള്ളിൽ തീരാനുള്ളതേ ഉള്ളൂ. കട്ടിലേലിരുന്നു കൊണ്ട് അദ്ദേഹം ആദ്യം പറഞ്ഞത് ഈ 2 വിരൽ കൊണ്ട് ഈ വയറയിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് അമ്മയെ ഓർക്കാൻ പറഞ്ഞു. അമ്മയൊന്ന് വേഗത്തിൽ നടന്നിരുന്നെങ്കിൽ, അമ്മയൊന്ന് ചരിഞ്ഞു കിടന്നിരുന്നെങ്കിൽ, അമ്മ നമുക്ക് ഭക്ഷണവും നമ്മുടെ വിസർജ്യവും ഒക്കെ ശേഖരിച്ച് സൂക്ഷിച്ച് ഈ ലോകത്ത് ആരോഗ്യത്തോടെ നമ്മെ വളർത്തിയ അമ്മയുടെ വിവിധങ്ങളായ മുഖങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരും. ഓരോ ദിവസം ചെയ്യുമ്പോൾ, ഞാൻ ആദ്യം വിചാരിച്ചൊരു തമാശയാണ്, പക്ഷേ ഓരോ ദിവസം ചെയ്യുമ്പോഴും ഒരുപാട് ആർദ്രതയുള്ള അമ്മയുടെ മുഖം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ് നമ്മുടെ ജീവിതത്തിൽ. കൊണ്ട് അദ്ദേഹം പറഞ്ഞു, കണ്ണടച്ച് അമ്മയെ ധ്യാനിച്ച്, അമ്മയെ എന്നോട് ക്ഷമിക്കണമേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ ഉയരത്തിലേക്ക് കൈവച്ചുകൊണ്ട് പിതാവിനെ ഓർക്കാൻ പറഞ്ഞു. അപ്പം കൊണ്ട വെയിലാണ് നമ്മുടെ തണൽ. ആ അപ്പനോട് ക്ഷമ ചോദിക്കുവാനും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാനും, അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി എന്തെല്ലാം ത്യാഗങ്ങൾ അനുഷ്ഠിച്ചു. ഓരോ ദിവസവും മിഴിവാർന്ന അനേകം ചിത്രങ്ങൾ പിതാവിനെ സംബന്ധിച്ച് നമ്മുടെ മനസ്സിലേക്ക് വരും. നിങ്ങളൊന്ന് ചെയ്തു നോക്കണം, വളരെ അത്ഭുതമുള്ളൊരു കാര്യമാണ്. അത് കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ നെറ്റിക്ക് 2 കൈയും വെച്ചുകൊണ്ട് ഗുരുക്കന്മാരെ ഓർക്കാൻ പറയുക. 5ാം ക്ലാസ്സിൽ കണക്ക് പഠിപ്പിച്ചത് ആരാരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഇല്ല. ഇതെല്ലാം നമ്മൾ മറന്നുപോയി. 1ാം ക്ലാസ്സിൽ ആരാണ് നമ്മളെ പഠിപ്പിച്ചത്? ഗുരു ആദ്യം, നമ്മളിപ്പോൾ റേഷൻ കടയിലൊക്കെയാണ് കൈ കൊണ്ടുവെക്കുന്നത്, ഗുരു ആദ്യം നമ്മുടെ വിരലെടുത്തുകൊണ്ട് ആ എന്ന് എഴുതുമ്പോൾ ഒരു വലിയ വാതായനമാണ് തുറന്നു തരുന്നത്. ആ വാക്കുകൾ, അക്ഷരങ്ങൾ ചേർത്ത് വാക്കുകൾ ചേർത്ത് ആശയങ്ങളും ഒക്കെ പറഞ്ഞ് നമ്മൾ മിടുക്കരായിട്ട് ഇവിടെ നിൽക്കുമ്പോൾ അതിൻ്റെ ആരംഭം ആ ഗുരു എഴുതി തന്ന ആ ആദ്യത്തെ അക്ഷരമാണ്. ആ അക്ഷരത്തിലൂടെ നമ്മൾ എത്രമാത്രം വികസിതമായി, എത്ര ഗുരുക്കന്മാർ നമ്മുടെ ജീവിതത്തെ വഴി നടത്തിയിട്ടുണ്ട്. ഓരോരുത്തരെയും മിഡിൽ സ്കൂളിലും ഹൈസ്കൂളിലും കോളേജിലും ഒക്കെ ഉള്ളവരെ ഓരോ ദിവസവും ഇത് ചെയ്യുമ്പോൾ പലര് ഞങ്ങളുടെ ശ്രദ്ധയിലേക്ക് വരും. അവരോടും പ്രാർത്ഥിക്കണം, എന്നോട് ക്ഷമിക്കണമേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, എന്നെ അനുഗ്രഹിക്കണം. ഏറ്റവും അവസാനം നമ്മുടെ ബുദ്ധിയുടെ കേന്ദ്രമായ തലയിൽ പുറകിൽ ഇങ്ങനെ കൈവച്ചുകൊണ്ട് ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. അത് ഒരു 1-2 മിനിറ്റുമായി. ദൈവമേ, പൈതൃകമായി എനിക്ക് ലഭിച്ച ഈ കഴിവുകൾ ഗുരുക്കന്മാരുടെ ശ്രദ്ധാപൂർവമായ പരിചരണത്തിലൂടെ എന്നെ ഈ വ്യക്തിത്വത്തിലേക്ക് നയിച്ചത് ദൈവാനുഗ്രഹം എനിക്ക് ലഭിക്കണം. ദൈവാനുഗ്രഹം ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം ഒന്നുമില്ല. പണമുണ്ടെങ്കിലും സൗന്ദര്യമുണ്ടെങ്കിലും മറ്റെന്തെല്ലാം ഉണ്ടെങ്കിലും ദൈവാനുഗ്രഹം ഇല്ലെങ്കിൽ ഒന്നും പ്രയോജനകരമല്ല. അതുകൊണ്ട് എൻ്റെ ജീവിതത്തെ ധന്യമാക്കണമേ. എൻ്റെ മാതാവിൽ നിന്നും പിതാവിൽ നിന്നും ഞാൻ ആർജിച്ചതും എൻ്റെ അധ്വാനം കൊണ്ട് സമ്പാദിച്ചതും ഗുരുക്കന്മാരതിനെ ശുദ്ധി ചെയ്ത് രൂപപ്പെടുത്തിയതും അത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ശ്രേഷ്ഠമാക്കണമേ എന്നുള്ളത്. എല്ലാം കൊണ്ട് ഒരു 5 മിനിറ്റേ എടുക്കുകയുള്ളൂ. രാവിലെ എണ്ണീച്ചാൽ ചാടി എണ്ണീച്ച് കാപ്പി കുടിക്കാൻ പോകാതെ ആ കട്ടിലിരുന്നു കൊണ്ട് ഇത് ഒന്ന് ധ്യാനിക്കണം. നിങ്ങൾക്കൊരു എക്സസൈസായിട്ട് ഹോംവർക്കായിട്ട് തരികയാണ്. ഒരു 2 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അമ്മയെക്കുറിച്ചും പിതാവിനെക്കുറിച്ചും ഗുരുക്കന്മാരെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും ഒക്കെയുള്ള നമ്മുടെ മനസ്സിൻ്റെ ചിന്തകൾ. നമ്മുടെ മനസ്സ് പെട്ടെന്ന് മറന്നു പോകുന്നവരാണ്. അവിടെ പല അറിവുകൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുവാൻ ഒരു നല്ല എക്സസൈസായി എനിക്ക് അത് അനുഭവപ്പെട്ടു.
അത് നിങ്ങൾക്കൂടെ പകരുകയാണ്. നിങ്ങളും അത് ചെയ്യണം. നാളത്തെ യുവാക്കളോടും അത് തന്നെ പറയാനാണ്. ധ്യാനമുള്ളവരെ, അടങ്ങിയിരിക്കുന്നവരെ, പ്രാർത്ഥിക്കുന്നവരെ കൊണ്ടാണ് സമൂഹത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യുന്നത്. മറിയയോട് പറയുന്നുണ്ട്, മാർത്തയെ മാർത്തയെ, നീ പലതിനെ ചൊല്ലി വ്യാകുലപ്പെടുകയും ഓടി നടക്കുകയും പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ നല്ലത് മറിയാം തിരഞ്ഞെടുത്തു. അവൾ ദൈവസന്നിധിയിലിരുന്ന് ശാന്തമായി ദൈവശബ്ദം കേൾക്കുവാനായിട്ട് സമയം ചെലവഴിച്ചു. അതുകൊണ്ട് ഈ ധ്യാനം 5 മിനിറ്റ് പോലും എടുക്കുകയില്ല. ഓരോ ദിവസവും അമ്മയുടെ ആർദ്രതയുള്ള മുഖം, അമ്മ എത്ര കരുതലോടെയാണ് ഈ തലയുഴക്കാത്ത സമയത്ത് എടുത്തുകൊണ്ട് പോകുന്ന കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടാലറിയാം. ഒന്ന് കണ്ണടച്ചാൽ താഴെ വീണ് കൈ ഒടിഞ്ഞു, കാലൊടിഞ്ഞു, കണ്ണുപൊട്ടി, എന്തെല്ലാം അപകടങ്ങളുണ്ടാകാം. അതിൽ നിന്നെല്ലാം സംരക്ഷിച്ച് ആരോഗ്യത്തോടെ നമ്മളെ സംരക്ഷിച്ച അമ്മ, മാതാപിതാ, ഗുരു, ദൈവം, ഈ ഒരു പാരഡൈമിൽ ദൈവസന്നിധിയിൽ നമ്മൾ ചെലവഴിക്കുമ്പോൾ നമുക്കറിയാതെ ഒരു ചൈതന്യം ലഭിക്കും. നമ്മളറിയാതെ ഒരു സമാധാനം നമുക്ക് ലഭിക്കും. അവരോടൊക്കെ ക്ഷമ ചോദിക്കുവാനും അവരുടെ അനുഗ്രഹം പ്രാപിക്കുവാനും നമുക്ക് സാധിക്കട്ടെ.